ഗൈസ് റിസൾട്ട് ഒന്നും അറിയുന്നുണ്ട്. അച്ഛനെ വന്നിക്കണാ വന്നൊന്ന് കേട്ട്. ഗൈസ് സ്ട്രീമർ ഓഫ് ദി ഇയർ അക്ഷയ് വന്നിക്കണ്. സ്ട്രീമർ ഓഫ് ദി ഇയർ കണ്ടന്റ് ഫസ്റ്റ് അക്ഷയ് വന്നിക്കണ്. ഇതില് വാക്സും വന്നിക്കണ്. വെറോ നമുക്ക് പ്രൗഡ് മൊമെന്റ്. എനിക്ക് ഉറപ്പായിരുന്നു അക്ഷയറ സ്ട്രീമർ ഓഫ് ദി ഇയറിൽ വരുന്നു. പക്ഷെ അക്ഷയറ തീരെ വിശ്വസിച്ചിട്ടില്ലായിരുന്നു സ്ട്രീമർ ഓഫ് ദി ഇയറിൽ വരുന്നു. ഞാൻ പറഞ്ഞില്ല അപ്പൊ തന്നെ. ഞാൻ അക്ഷയനോട് അപ്പോഴേ പറഞ്ഞതോ സ്ട്രീമർ ഓഫ് ദി ഇയറിൽ വരും, സ്ട്രീമർ ഓഫ് ദി ഇയറിൽ വരും, സെലക്ട് ആവും. പക്ഷെ അക്ഷയറൊക്കെ ആണെങ്കിൽ റീജിയൻ ക്രിയേറ്ററിലേ വരുള്ളൂ. മറ്റേ സ്ട്രീമർ ഓഫ് ദി ഇയറിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അക്ഷയറ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു നമ്മളെ കേരള ഓഡിയൻസിനെ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അയ്യോ സന്തോഷം കൊണ്ടിരിക്കും. കുതിര വൺ ഈവൻ കുതിര ഫൈറ്റാ. കുതിര എടാ കുതിര ബാക്കോട്ട് പോന്നെ, മുന്നോട്ട് പോടാ കുതിര. ഓനെ അതിനെ കയ്യിൽ വെച്ചാൽ മനസ്സിലായോ? എന്റെ കുതിരക്ക് പ്രശ്നം എങ്ങോട്ട് പോടെ പോന്ന്. എടാ കുതിര, എടാ ഞാൻ ആദ്യം കുതിര എടാ മുന്നോട്ട് പോടാ. എടാ കുതിര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടാ. ചാവട കാട്ടപ്പേ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അജിനെ. ലെറ്റ്സ് ഗോ ബുയ. അജിനെ So guys, today is the last day for voting Booyah Awards nomination. मेरे इतने मेहनत देखकर राई भाई ने स्टोरी डालकर सपोर्ट किया. इतने बड़े यूट्यूबर ने मेरे को सपोर्ट दिया है. So I hope इस बार मेरे को Booyah Awards मिलेगा. So देखते हैं क्या होगा. इस कम्युनिटी में बड़े बड़े स्ट्रीमर्स है, ज्यादा पीसी प्लेयर्स है, हैकर्स भी है, चीटिंग यूजिंग करने वाले भी बंदस भी है. हम मोबाइल पे खेल के लाइव पे पीसी प्लेयर को भी मार दिया, हैकर्स को भी मार दिया, स्ट्रीमर्स को भी मार दिया. नॉट दैट पॉइंट इन मोबाइल पे, ठीक है. ये एक मोबाइल गेम है, तो मैं रेस्पेक्ट करता हूँ मोबाइल प्लेयर्स को. तो एवरी मोबाइल प्लेयर्स को एक रेस्पेक्ट चाहिए. बट मैं गेम प्ले सेक्शन पे भी नहीं है Booyah Awards में. आई डोंट नो व्हाट इज हैपनिंग. मेरे को रीजनल क्रिएटर वाले सेक्शन पे डाल दिया. मेरे को नहीं पता ये कैसे हो गया. बट स्टिल हम इतने सारे थिंग्स मोबाइल पे कर दिया. लेट्स सी मोबाइल वाले बंदे को पावर. सो टुडे इज द लास्ट डे फॉर वोटिंग. जाओ वोट करो, ठीक है. विदाउट यू आई एम नथिंग. सो लेट्स सी व्हाट विल हैपन. सो रील बनाओ, पोस्ट भी बनाओ, स्टोरी भी डाल दो. लेट्स शो आवर पावर. ओके. നീ എന്തിനാ ഇവിടെ വന്നിട്ട് തെറി പറയുന്നത്? നീ ആരാടാ കണ്ണാപ്പി? ഏത് കണ്ണാപ്പി? അപ്പോ ആ കണ്ണാപ്പിയാണോ നീ? അല്ല നിനക്ക് എന്നാ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നിട്ട് തെറി പറയുന്നത്? എന്ത് ടീമിലും നീ ടീമിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിന്റെ ടീമിൽ വന്നിട്ട് ഞാൻ കൊണക്കാമയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞോ? നീ ഒന്നും ആചാര്യം ചെയ്യില്ല. നിനക്കൊല്ലും നീയെല്ലാം പോയിട്ട് നീ കണ്ടവന്റെ ലൈവിൽ വന്നിട്ട് മറ്റേ ഇതാക്കാനല്ലേ പറ്റൂലൂ. വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടോ വന്നിട്ട്? എടാ അവനവരെ രാജാവാ മൈരെ, അവനോട് കയറി വരാൻ പറടാ മൈരെ. അവനോട് വെയിറ്റ് ചെയ്യും ചെയ്യില്ല.
എടാ നീ വലിയ കുണ്ണ കളിക്കണ്ട. നീ ആരാടാ? ഓന രാജാവോ മൈരെ? എടാ നിക്കെന്നാ മൈരെ, നീ പോയി ഊമ്പിടാ കുണ്ണേ. നീ ഇവിടെ ഊമ്പാ വന്നിട്ട് പോടാ മൈരെ. എന്നാ കേറി വരാൻ പറടാ മൈരെ ഓനോട്. അതിന്റെ മോനെ എടാ കേറി വരാൻ പറടാ കുണ്ണേ. അവനാരുടെ രാജാവാ? വിളിക്കവനാ. ഒന്നുമില്ല, ഇപ്പൊ ആ വാതിലടച്ചാ. എന്തുവാടാ നീ നേരെ പറ. എടാ നീ ആരാ? നീ മാമ പണി എടുക്കുവാണോ? നീ എന്തിനാ വാക്സിൻ വിളിക്കുന്നത്? എന്തുവാടാ? ആ നീ ഇറങ്ങിപ്പോ, നീ ഇറങ്ങിപ്പോ. അയ്യേ 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 അതിന് അതൊന്നും പറ്റൂല. ഇനി ഏതോന്നും വന്നാലും അതിന് ഗൈസ് എടാ നീ പോയ പോയ എടാ മൈരേ, എടാ മൈരം വാക്സേ. എടാ എടാ നിനക്കൊക്കെ ഇതേ ആവൂലോ. തന്തയില്ലാത്ത തരം വർത്താനം പറയാന്നല്ലാണ്ട് നിനക്കൊരു മൈരും ആവൂല മൈരെ. ഗൈസ് ഒറ്റൊരു കാര്യം പറയാം. എടാ തന്തയില്ലാത്ത തരം വർത്താനം അല്ലാണ്ട് എടേ ഓൻ വലിയ യൂട്യൂബർ ആന്ന് പോലും ഏതോ കണ്ടവനെ കൊണ്ട് മറ്റേ കുണ്ണ വർത്താനം പറയാണ്ട് അല്ലാതെ ഒരു മൈരും ആവൂല. എടാ ഇവിടെ വന്നിട്ട് അവന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് കുണ്ണ വർത്താനം പറയിപ്പിക്കാനല്ലാണ്ട് എന്റെ എടാ അവൻ വന്നിട്ട് അവൻ എന്നോട് സംസാരിക്കാൻ വന്നയാ. തെറി വിളിക്കുന്ന അല്ലാണ്ട് വേറൊരു ശബ്ദം. കാര്യം പറയുന്നതിന് മുപ്പട്ടെ തെറി വിളിക്കുക. അവൻ മറ്റേ രാജാവിനെ പോലെ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ മറ്റേ